Hello, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. The model describes working of an open economy. ഓപ്പൺ ഇക്കോണമി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്ന ഒരു ഇക്കോണമിയുടെ ബേസിസിലാണ് ഈ മോഡൽ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ എഫക്റ്റ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി ഓൺ സച്ച് ആൻ എക്കോണമി. ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്ന ഇക്കോണമിയെ അതിൻ്റെ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെ ബാധിക്കുന്നു കാണിക്കുന്നതാണ് മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. ഈ മണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിനാണ് ഉള്ളത്. ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും രണ്ട് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും. എക്സ്ചേഞ്ച് റേറ്റ് എന്താ? ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ്. അതിൻ്റെ ബേസ് വാല്യൂനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒരു പോർഷൻ കാണിക്കുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉള്ള ഒരു ഇക്കോണമിയിൽ മോണിറ്ററി പോളിസി ഫിസ്ക്കൽ പോളിസി എങ്ങനെ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പോർഷൻ കാണിക്കുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉള്ള ഒരു ഇക്കോണമിയെ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് നോക്കാം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ മോണിറ്ററി പോളിസി എങ്ങനെ ബാധിക്കും നോക്കാം. മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി എടുക്കുന്ന പോളിസീസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അത് എങ്ങനെ ബാധിക്കുന്നുള്ളത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദ മോഡൽ ബേസിക്കലി ഇസ് ബേസ്ഡ് ഓൺ 4 ഡയഗ്രംസ്. ആ 4 ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ഈ മോഡൽ എന്താണെന്ന് ക്ലിയർലി മനസ്സിലാക്കും. സോ ഫസ്റ്റ് മോണിറ്ററി പോളിസിയാണ്. ഇവിടെ വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എക്സ് ആക്സിസിൽ ഇൻകം ഓഫ് എ കൺട്രി ഓർ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി ആണുള്ളത്. ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് IS കർവാണ്. IS എന്താ? ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിംഗ് കർവ്. ഇത് ഗുഡ്സ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് IS കർവ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് IS കർവിനുള്ളത് നെഗറ്റീവ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ളതാണ് LM കർവ്. LM ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ, അതായത് മണി മാർക്കറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് LM കർവ്. IS കർവും LM കർവും ഇക്വിലിബ്രിയം പോയിന്റിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് R. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആണ് Y. ഈ R ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് എ കൺട്രി ആണ്. സോ മോണിറ്ററി പോളിസി എങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്ക് നോക്കാം. സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസിയിൽ LM കർവ്, അതായത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. LM1 ഇങ്ങനെ റൈറ്റിലേക്ക് മണി സപ്ലൈ LM കർവ് ഷിഫ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക? ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കുറയാണ് അല്ലേ? Rൽ നിന്ന് R1 ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് മാറുകയാണ്. അതേസമയം ഇൻകം ലെവൽ കൂടുന്നുണ്ട്. Yൽ നിന്ന് Y1 ലെവൽ ഓഫ് ഇൻകം ആകുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു കൺട്രിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ആ കൺട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് കുറവായിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് താഴേക്ക് പോകും. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ കറൻസി വാല്യൂ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും മണി സപ്ലൈ കുറയ്ക്കേണ്ടി വരും. പ്രീവിയസ് സ്റ്റേജിലേക്ക് ആക്കേണ്ടി വരും. ഈ LM1ൽ നിന്ന് തിരിച്ച് LMലോട്ട് പോകേണ്ടി വരും. എന്താ കാരണം? ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് പോയി. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. കറൻസി വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇക്കോണമി ഡൗൺഫോളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യണം? പ്രീവിയസ് മണി സപ്ലൈ റേറ്റിലേക്ക് തന്നെ പോകണം. ഇതെന്താ മനസ്സിലായി? മോണിറ്ററി പോളിസിക്ക് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫിസ്ക്കൽ പോളിസിയുടെ കാര്യം നോക്കാം. ഫിസ്ക്കൽ പോളിസി ആരുടെ പോളിസിയാണ്? ഗവൺമെന്റ് ഓഫ് എ കൺട്രി ഇക്കോണമി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോളിസിയാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി. സോ ഫിസ്ക്കൽ പോളിസി IS കർവ് ഗുഡ്സ് മാർക്കറ്റിലാണ്. LM കർവ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ഡിസിഷൻസ് ആരാണ് എടുക്കുന്നത്? സെൻട്രൽ ബാങ്ക്. IS കർവ് ഗുഡ്സ് മാർക്കറ്റിലത് ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ആണ്. സോ നമ്മുടെ ഗവൺമെന്റ് IS കർവ്, അതായത് the government would increase the expenditure. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ പ്രൊഡക്ഷൻ, കൺസംഷൻ എല്ലാം കൂടും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ അപ്പോൾ IS കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. IS1 എന്നുള്ള പോയിന്റിലേക്ക് മാറും. സോ ഇവിടെ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം മാറി ഇപ്പോൾ E1 ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ആവും.
അപ്പോൾ എന്താ പറ്റുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആയിട്ട് കൂടി, ഇൻകവും Y1 ആയിട്ട് കൂടുകയാണ്. സോ the curve will move upward. So interest rate becomes high. Foreigners would like to invest in the country. BOP എന്താ? സർപ്ലസ് ആവുകയാണ് ചെയ്യുന്നത്. കറൻസി വാല്യൂ കൂടും. കറൻസി വാല്യൂ കൂടുമ്പോൾ എന്താ? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലേ? കറൻസി വാല്യൂ കൂടുന്നത് സെൻട്രൽ ബാങ്കിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫിക്സ്ഡ് റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മണി സപ്ലൈ ഗവൺമെൻറ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ LM കർവും റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. LM1 എന്ന കർവ് ആകും. പുതിയ ഇക്വിലിബ്രിയം ഏതാ? E3 ലെവൽ ഓഫ് ഇക്വിലിബ്രിയം. കണ്ടോ, ഇത് ആറാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. BOP എന്താ? ഫിക്സ്ഡ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇൻകം ലെവൽ കൂടി. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഫിസ്ക്കൽ പോളിസി ഡസ് ഇൻഫ്ലുവൻസ് ആൻഡ് എക്കോണമീസ് ഇന്റർനാഷണൽ ട്രേഡ് അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നടക്കുന്നത്. മോണിറ്ററി പോളിസിക്ക് എന്തുണ്ട്? ഇൻഫ്ലുവൻസ് ഇല്ല. ഫിസ്ക്കൽ പോളിസിക്കോ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഇമ്പാക്ട്. ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സെൻട്രൽ ബാങ്കും ഗവൺമെന്റും അല്ല, ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മൊബിലിറ്റി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. സോ ഫസ്റ്റ്ലി നമുക്ക് മോണിറ്ററി പോളിസി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. സെൻട്രൽ ബാങ്ക് എന്താ ചെയ്യുക? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. വെൻ ദ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ മണി സപ്ലൈ, ദ കർവ് വിൽ ഷിഫ്റ്റ് ടു LM1. ഈ ലെവൽ ഓഫ് ഇക്വിലിബ്രിയത്തിന് അടുത്തതായി E1 ലെവൽ ഓഫ് ഇക്വിലിബ്രിയം, R1 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, Y1 ലെവൽ ഓഫ് ഇൻകം ആണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ അവിടെ. സോ ഇൻവെസ്റ്റേഴ്സ് വുഡ് ഇൻവെസ്റ്റ് ഫ്രം അബ്രോഡ്. അപ്പോൾ കറൻസി വാല്യൂ എന്താ? കുറയാണ്. ആസ് വാല്യൂ ഓഫ് കറൻസി വിൽ ഫോൾ, ആ പ്രോഡക്റ്റ് വിൽ ബിക്കം ഇൻഎക്സ്പെൻസീവ്. ഒരു കൺട്രിയിലെ കറൻസിയുടെ വാല്യൂ കുറവാണെങ്കിൽ ഫോറിനേഴ്സിന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കൺട്രിയുടെ എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. ഡൊമസ്റ്റിക് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ തന്നെ കൂടും. ആസ് എ റിസൾട്ട് എന്താ? ഗുഡ്സ് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് IS കർവ് അല്ലേ? IS കർവ് വിൽ ഓൾസോ മൂവ് അപ്വേർഡ്. IS1 ആയിട്ട് പുതിയ ഇക്വിലിബ്രിയം ഫോർമുലേറ്റ് ചെയ്യും. 5-2. ഇതിന് എന്ത് മനസ്സിലായി? മോണിറ്ററി പോളിസിക്ക് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ട്. Under flexible exchange rate system, monetary policy is very effective. Flexible അല്ലെങ്കിൽ floating exchange rate systemത്തിൽ monetary policy ഒത്തിരി effective ആണ്. ഇനി നമുക്ക് ഫിസ്ക്കൽ പോളിസിയുടെ ഇൻഫ്ലുവൻസ് നോക്കാം ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ. സോ ദ ഗവൺമെന്റ് വുഡ് ഇൻക്രീസ് ഇറ്റ് സ്പെൻഡിങ്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുമ്പോൾ എന്താ ചെയ്യുക? IS കർവ് IS1 അപ്വേർഡ് ഷിഫ്റ്റ് ആകും. പുതിയ ഇക്വിലിബ്രിയം ലെവൽ വരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആകും. ഇൻകം ലെവൽ Y1. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇൻകം Y0. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വുഡ് ഇൻക്രീസ് ഫ്രം OR നിന്ന് OR1ലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സോ ഫോറിനേഴ്സ് വുഡ് ഇൻവെസ്റ്റ് ഇൻ അവർ കൺട്രി. BOP എന്താ? അപ്പോൾ സർപ്ലസ് ആവുകയാണ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ സർപ്ലസ് BOP ഒരു ഇഷ്യൂ അല്ല. പക്ഷേ എക്സ്പോർട്ട് ഒത്തിരി എക്സ്പെൻസീവ് ആണ്, ഇമ്പോർട്ട് ചീപ്പ് ആവുകയും ചെയ്യാണ്. ആസ് എ റിസൾട്ട് എന്താ? എക്സ്പോർട്ട് ഒത്തിരി കൂടുതലാണ് എന്തിൽ? മോണിറ്ററി പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ. ബട്ട് ഇവിടെ എക്സ്പോർട്ട് ഒത്തിരി കുറയാണ്. എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും കൂടെ ചെയ്യാണ്. സോ നമ്മുടെ ഗുഡ്സ് മാർക്കറ്റ് എന്താ? വീണ്ടും ഇറ്റ് കംസ് ബാക്ക് ടു പ്രീവിയസ് സ്റ്റേറ്റ്. IS1 നിന്ന് തിരിച്ച് ISലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഫിസ്ക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദ crux of the theory is that in a closed economy, the monetary policy and fiscal policy influences the economy under two exchange rate system. ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, രണ്ട് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മോണിറ്ററി പോളിസി എഫക്റ്റീവ് അല്ല. അതേസമയം ഫിസ്ക്കൽ പോളിസി വളരെ എഫക്റ്റീവ് ആണ്.
ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ മോണിറ്ററി പോളിസി വളരെ എഫക്റ്റീവ് ആണ്, ബട്ട് ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് അല്ല. ഇതാണ് മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.